ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു പറാഠ ഉണ്ടാക്കാം. പറാഠ ബേസിക്കലി പഞ്ചാബിലാണ് ഫേമസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പറാഠയുടെ പേരാണ് ലാച്ച പ്യാജ് പറാഠ. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുഴച്ചെടുക്കാം. പറാഠ മാവ് ചപ്പാത്തി മാവിനേക്കാൾ ടൈറ്റായി വേണം കുഴച്ചെടുക്കാൻ. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവാള, 2 കുരുകുരേ അരിഞ്ഞ പച്ചമുളക്, 1/4 കപ്പ് മല്ലിയില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, ഇത് ഉണക്കമാങ്ങ പൊടിച്ചതാണേ, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ അയമോദകം കൂടിയിട്ട് മിക്സ് വെൽ. ഈ മിശ്രിതം മിക്സ് ചെയ്ത ഉടനെ തന്നെ പറാഠകൾ ചുട്ടു തുടങ്ങണം. കാരണം ഉള്ളിയിൽ ഉപ്പ് ചെല്ലുമ്പോൾ വെള്ളം ഊറി തുടങ്ങും. അന്നേരം നമുക്ക് പരത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു വലിയ ഉരുളയെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തി കുറച്ച് തിക്കായി വേണം പരത്തിയെടുക്കാൻ. അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി മിശ്രിതം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മുകളിൽ വേറൊരു ചപ്പാത്തി കൂടി വെച്ചു കൊടുത്ത് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ശേഷം ഈ കാണുന്നത് പോലെ കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇനി ചെറുതായി ഒന്ന് തട്ടിക്കൊടുത്ത് കറുത്ത എള്ളിൽ മുക്കി അരിഞ്ഞ മല്ലിയില മുകളിൽ വിതറി ശേഷം ഗോതമ്പ് മാവിൽ നല്ലപോലെ മുക്കി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. പരത്തിയ ഉടനെ തന്നെ ചൂടായ ചപ്പാത്തിക്കല്ലിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ചുട്ടെടുക്കാം. ഗോതമ്പ് പൊടി ഏറെ ഇടണം, അല്ലെങ്കിൽ പരത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചപ്പാത്തി മാവ് കുറച്ച് കൂടുതൽ എടുക്കണം. കനം കൂട്ടി വേണം പരത്തിയെടുക്കാൻ. അതുപോലെ തന്നെ അകത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒരുപാടായി പോകരുത്. രുചി വർദ്ധിപ്പിക്കാനായി നെയ്യോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നല്ല ബൂന്തി റൈത്തയ്ക്കൊപ്പം കഴിക്കാൻ എന്ത് സ്വാദാണെന്നോ. ബൂന്തി റൈത്ത എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനായി 1 കപ്പ് തൈര്, 1/2 കപ്പ് ബൂന്തി, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല എന്നിവ ഇട്ട് മിക്സ് മിക്സ് മിക്സ്. നമ്മളുടെ ബൂന്തി റൈത്ത റെഡിയായി. ലാച്ച പ്യാജ് പറാഠ ബൂന്തി റൈത്തയ്ക്കും നല്ല മാങ്ങാ അച്ചാറിനൊപ്പം കഴിക്കാൻ എന്ത് സ്വാദാണെന്നോ. ആഹാ. ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വിഭവമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.